നമസ്കാരം. ഞാനേ പാട്ടക്കരിമ്പ് ഭാഗത്താണ്, സായിവള സ്റ്റോർ. അതായത് പാട്ടക്കരിമ്പ് ലാസ്റ്റാണ് ഈ കട നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ കാടാണ്ടോ, കാട്, അവിടേക്ക് ഉന്നതി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ കടയിൽ നമുക്ക് തേനുകൾ കിട്ടും. അപ്പോൾ എന്തൊക്കെയാണെന്നില്ല നമുക്ക് ചോദിച്ച് നോക്കാം. ശരിയേട്ടാ, ഇപ്പം നമ്മളിങ്ങനെ അവിടെ കേൾക്കുന്നുണ്ടായി നമുക്ക് തേനുകൾ, ചെറുതേന്, അതുപോലെ പല തേനൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ തേനൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ? ഇതെന്ത് തേനാണ്? ഇത് കാട്ടുതേന്, കാട്ടിലെ പെരുന്തേൻ അല്ലേ? ഇതെന്താ എന്തൊക്കെ കൊടുക്കുക? 800 രൂപയ്ക്ക്. അത് കുട്ടികൾക്ക് മരുന്നിന് എല്ലാത്തിനും പറ്റും അല്ലേ? ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വൈദ്യന്മാർക്കൊക്കെ കൊടുക്കലുണ്ട്. എല്ലാ വൈദ്യന്മാർക്കും വാങ്ങി പോകണല്ലേ? ഇതിപ്പോൾ ആരെ കൊണ്ട് നിങ്ങൾ ആൾക്കാരുണ്ട് ഉന്നതി? എന്താ അവിടേക്ക് പറയാ? പാട്ടക്കരിമ്പ് ഉന്നതിയിലാണ് സ്ഥലം അല്ലേ? അവിടെ നമ്മൾ കട വെക്കുന്ന പാടെയാണ് അല്ലേ? അപ്പോൾ ഇതിന് 800 രൂപ വില. ഇത് വലിയ തേന്. അപ്പോൾ ചെറുതേന എന്താ? ചെറുതേന് പെട്ടിയിലാണ്. പെട്ടി പൊളിച്ചു കൊടുക്കും. ബോക്സ് ഓരോ പെട്ടിയാണ്. പെട്ടിയല്ല, കാട്ടിനുള്ളത് മാറ്റുന്നത്. അത് നിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ലൈവായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളത് പിഴിഞ്ഞ് കൊടുക്കും. അപ്പോൾ അത്രയ്ക്ക് ഉത്തരവാദിത്തം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതേൻ വേണമെന്നുണ്ടെങ്കിൽ ഇതേത്തെ കാണാം. നിങ്ങൾക്ക് ലൈവായിട്ട് അവിടെ ഇവിടെ കൊണ്ടുവന്നത് പിഴിഞ്ഞും തരും. ഒരു ഓർഡർ പറയുകയാണെങ്കിൽ ഒരു പറഞ്ഞ ആൾക്കാരെ അവർ കൊണ്ടുപോകും. ഇപ്പൊ നിങ്ങൾക്ക് തേമാണ് നിങ്ങൾ പറയണം. ഈ കുറിയിലെ കാട്ട് ചെറുതേൻ വേണമെന്ന് ഓട് പറയും. ഇന്നൊക്കെ ഒരു തേമാണ്. അപ്പോൾ ഒരു പോകും, ഒരു പോയിട്ട് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പെട്ടി ബോക്സ് ആക്കി വെക്കും, ഒരു ടിന്നിൽ ആക്കി വെക്കും. എന്നിട്ട് നിങ്ങൾ മുന്നിൽ പിഴിഞ്ഞിട്ട്. അപ്പൊ രണ്ട് തേനായി. ഇപ്പൊ വലിയ തേനും പിന്നെ തേനല്ലേ? പിന്നെ ഞങ്ങളില്ല, 2 തേനുള്ളൂ. അപ്പൊ ഈ 2 തേൻ നമുക്ക് ഇവിടെ കിട്ടും. ഇതിന് 800 രൂപ. മറ്റേതിന് 3000 രൂപ. 3000 രൂപ ഒരു കിലോ ആണോ? കിലോ ചെയ്യാം. ഇതിപ്പോ 400 വില ഉണ്ടാവും. 400 ഇത്രയുള്ള ആകെ കാണുമ്പോ ഇത്രേ ഉള്ളൂ. 400 രൂപ വെച്ച് നോക്കി. അതല്ല വെച്ച് നമുക്ക് നമ്മളെ ക്യാമറ അവിടെ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് 400 ഉണ്ടാവില്ലേ? 400 ഗ്രാം ഉണ്ടാവും അല്ലേ? അപ്പോഴേ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കാട്ടത്തെ നിങ്ങളെ ആൾക്കാർ കാട്ടിൽ ആൾക്കാരാണല്ലോ. അപ്പൊ അവര് വേറെന്താ കൊണ്ടുവന്ന് കൊടുക്കണ്ടോ അവിടെ? പിന്നെ മുഗല ഊല കുടുംബത്തൊക്കെ അല്ല, നിങ്ങൾ വിൽക്കുന്ന സാധനം മാത്രം നമ്മൾ ഈ കടയില് അല്ലേ? ഈ കടയിൽ നമ്മൾ ഈ സാധനത്തെ കൊടുക്കാറുള്ളൂ അല്ലേ? അപ്പൊ നമ്മളെ ഏതാണ് നമ്മളെ സുരേട്ടന്റെ കട പാട്ടക്കരിമ്പ് ഉന്നതിന്റെ, അതായത് ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കാടാണ് അല്ലേ? ചങ്ങല. ഇവിടെയാണ് ഈ ഷോപ്പ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ നമ്മളെ വീഡിയോ അടിച്ച് ചേർക്കാം. നമുക്ക് ഈ കട കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കട കാണിച്ചു തരാം. പിന്നെ ഇദ്ദേഹം നമ്മള് അവിടെ, ഇദ്ദേഹത്തിന്റെ വീട് അവിടെ തന്നെ ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ വീട് അവിടെ തന്നെ, ഇത് തന്നെയാണ്. ഇദ്ദേഹം ഉന്നതിയിലെ ആളാണ്. അത് പറയാൻ പറഞ്ഞു കേട്ടോ. സുരേട്ടൻ തന്നെയാണ്. വീടും കുടുംബമൊക്കെ അവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പിന്നെ ഇറങ്ങിയതാണ് അല്ലേ? സായിവളം മുകളിലല്ലേ ഏറ്റവും മാളിക്കൂല്ലേ? നിലയ്ക്കൂ. ഇതാട്ടോ നമ്മുടെ ഷോപ്പ്. നമുക്കിവിടെ ഉന്നതിയിലെ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ ഇവിടുന്ന ആൾക്കാർ കൊണ്ടുപോകാറുള്ളത്. അപ്പൊ അദ്ദേഹം താഴെയിലാണ്, ഏറ്റവും മുകളിലാണ്. പിന്നെ ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര വർഷം തുടങ്ങിയിട്ട് പോ? 20 വർഷമല്ലേ? എന്റെ വീട്ടില് 3 രണ്ടാണും ഒരു പെണ്ണും. നിങ്ങളും വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഇത് കൂടാതെ എന്തെങ്കിലും ജോലി ഉണ്ടോ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പണി ഉണ്ട്? കാട് കിട്ടാൻ പോയി കണ്ടില്ലേ? അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാവിട്ടുണ്ടെങ്കിൽ വിളിക്കാം അല്ലേ? അപ്പൊ 2 നമ്പർ ഞാൻ ഇതിൽ നോട്ട് ചെയ്യാം കേട്ടോ. 2 നമ്പറാണല്ലോ. അത് നമുക്ക് ഇതിൽ നോട്ട് ചെയ്യാം. പണിക്കാരുണ്ട് അല്ലേ? സന്തോഷം കേട്ടോ. എന്തായാലും നിങ്ങൾ കട കാണിച്ചു കൊടുക്കാം. നമുക്ക് നമ്മളെ ആൾക്കാരാണ് കേട്ടോ. ഇത് അയാളെ പിന്നെ വെട്ടുന്ന മെഷീനാണ്. 5 മെഷീൻ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ മതി കേട്ടോ. അദ്ദേഹത്തെ കൂടെ 8ഓളം ജോലിക്കാരുണ്ട്. ഇതാണ് കേട്ടോ പാട്ടക്കരിമ്പ്. ഇത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓരോ ഓഫീസാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് തേനയെല്ലാം സർക്കാരിൻ്റെ ഇതിലാണ്. ഇതാണ് അവരുടെ ഉന്നതി. ഇവിടെ നിന്ന് അങ്ങനത്തെ കുറേ മുകളിലേക്ക് പോകാണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ പോയില്ല. നമ്മൾ തുടക്കമാണ് ഇവിടെയാണ് ചങ്ങല ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാടുകളുണ്ട്. ഇന്നലെ ഫുള്ള് കാടാണ്. ഇതാണ് ഉന്നതി കേട്ടോ. അപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ തേന് അദ്ദേഹത്തെ വിളിച്ചാൽ മതി. അതുപോലെ
കാട് വെട്ടാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം.